നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ CPIM-നെതിരെ പരിഹാസവുമായി കോൺഗ്രസ് നേതാക്കൾ. നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയത് CPIM-ന്റെ നിവൃത്തികേടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വടകരയിൽ ജയരാജനെയും ശൈലജയെയും നിർത്തിയതുപോലെയാണ് സ്വരാജിനെ നിർത്തുന്നതെന്ന് AP അനിൽകുമാർ പ്രതികരിച്ചു. CPIM നിലമ്പൂരിൽ സ്ഥാനാർത്ഥിക്കുവേണ്ടി OLX-ൽ തിരയുകയാണെന്ന് പരിഹസിച്ച കോൺഗ്രസ് സ്വരാജിനെ പ്രഖ്യാപിച്ചിട്ടും ആ വാദത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല. ഗതികേട് കൊണ്ട് നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥി വന്നു എന്നതാണ് കോൺഗ്രസിന്റെ വ്യാഖ്യാനം. ജയരാജനെയും ശൈലജയെയും പോലെ CPIM-ന്റെ തീപ്പൊരി പ്രഭാഷകൻ നിലമ്പൂരിൽ ബലിയാടാകുമെന്ന് AP അനിൽകുമാർ. വടകര പിടിക്കാൻ വേണ്ടി ജയരാജനെ പറഞ്ഞയച്ചു. അവസാനത്തെ സ്ഥിതി അറിയാലോ. പിന്നീട് ശൈലജ ടീച്ചറെ വടകര പിടിക്കാൻ വേണ്ടി ശൈലജ ടീച്ചറെ പറഞ്ഞയച്ചു. അവിടെയും റിസൾട്ട് എന്താണെന്ന് അറിയാം. ഇവിടെയും റിസൾട്ട് എന്താണ് എന്നുള്ളത് ഈ വരുന്ന ജൂൺ 23 അറിയും. ഏതു സ്ഥാനാർത്ഥി എതിരിൽ വന്നാലും UDF ജയിക്കുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. സ്വരാജ് ശക്തനാണോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാമെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. അല്ല, അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ എത്ര ശക്തി ഉണ്ടെന്ന് അറിയുള്ളൂ. പാലക്കാട് ഉണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. അത് നല്ലതാണോ കെട്ടതാണോ എന്ന് അറിയാം 23 സ്വരാജ് കൂടെ നാളെ നിലമ്പൂരിൽ എത്തുന്നതോടെ മുന്നണികളുടെ വാദപ്രതിവാദങ്ങൾക്കും ചൂട് കൂടും. റിപ്പോർട്ടർ, നിലമ്പൂർ.